അബുദാബിയിൽ ഒരു എൻട്രി ഫീസും ഇല്ലാതെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ 2 അടിപൊളി സ്പോട്ട്സ് ആണ് ഇന്ന് കാണാൻ പോകുന്നത്. ഇത് കുറച്ച് നാൾ മുമ്പ് നമ്മൾ എടുത്ത വീഡിയോ ആണ്. നമ്മളൊരു റെൻ്റ് കാർ എടുത്ത ദിവസം എവിടെയെങ്കിലുമൊക്കെ പോകണമല്ലോ എന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ വിസിറ്റ് ചെയ്ത 2 സ്ഥലങ്ങളാണ്. ആദ്യം നമ്മൾ പോയത് അൽഖാനയാണ്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ പേ ചെയ്തിട്ട് ബോട്ടിങ്ങിന് പോവാം. അതുപോലെ തന്നെ ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്, അണ്ടർ വാട്ടർ മറൈൻ ലൈഫുള്ള ഒരു അക്വേറിയം. അപ്പോൾ അവിടെയും നമുക്ക് പേ ചെയ്താൽ കയറാൻ പറ്റും. നമ്മൾ പോയപ്പോഴത്തേക്കും രാത്രിയായിപ്പോയി, അടച്ചുപോയി. നല്ല ലൈറ്റപ്പ് ഒക്കെ ചെയ്ത അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെ റെയിൻ ഡാൻസ് പോലുള്ള സംഭവം നമുക്ക് ഫുള്ളി ലിറ്റാണ്. കുറേ നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ അവിടെ ഇങ്ങനെ നടന്ന് നമുക്ക് കാണാം ഓരോന്നായിട്ട്. ഇത് ആ അണ്ടർ വാട്ടർ അക്വേറിയത്തിനടുത്ത് ഒരു ടോയ് സ്റ്റോറാണ്. വേണമെങ്കിൽ കയറി എന്തെങ്കിലും വാങ്ങാം. ബോട്ടിംഗ് പോകാനാണെങ്കിൽ പെർ ഹെഡ് നമ്മൾ 25 ദിറംസും നാഷണൽ അക്വേറിയം അബുദാബിയുടെ അകത്ത് കയറാനാണെങ്കിൽ നമുക്ക് 150 ദിറംസും ആണെന്ന് തോന്നുന്നു. നടന്ന് നമ്മൾ അറ്റത്തേക്ക് വരുമ്പോൾ ഈ സിനിമ സിറ്റി എന്ന് പറഞ്ഞ സംഭവം കാണാം. ഇതെന്ന് വെച്ചാൽ 3D മാക്സ് സിനിമാസ്, കിഡ്സ് സിനിമാസ്, അങ്ങനെയുള്ള ഒരു സിനിമ തിയേറ്ററാണ്. അതിനുശേഷം നമ്മൾ പോയത് ഗ്രാൻഡ് മോസ്ക് വിസിറ്റിനാണ്. അബുദാബി സിറ്റി വിസിറ്റ് ചെയ്തവരെല്ലാവരും ഗ്രാൻഡ് മോസ്ക് പോയിട്ടുണ്ടാവും. ഇവിടെയും പ്രത്യേകിച്ച് എൻട്രി ഫീസൊന്നുമില്ല. പക്ഷേ കയറുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. നമ്മുടെ ഫുൾ കൈ ഡ്രസ്സായിരിക്കണം, മോഡസ്റ്റ് അല്ലാത്ത ഡ്രസ്സ് ഇട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ കൈയൊക്കെ മറിഞ്ഞിരിക്കണം, തലയിൽ സ്കാർഫ് ഇട്ടിരിക്കണം. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് മോഡസ്റ്റായ ഡ്രസ്സായിരിക്കണം, സ്ലീവ്ലെസ്, ബോക്സർ, റിബ്ഡ് ജീൻസ് ഇതൊന്നും ഇടാൻ പറ്റില്ല. അകത്ത് കയറിയ ഉടനെ നമുക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത് ബുക്ക് ചെയ്യാം. എന്നിട്ട് വേണം അകത്ത് കയറാൻ. രജിസ്ട്രേഷൻ എന്തോ ഉണ്ട്. അതിനുശേഷം ഇങ്ങനെ ജസ്റ്റ് ഇൻ കേസ് വിസിറ്റ് ചെയ്യുന്നവർ ഫുൾ കൈ ഡ്രസ്സ് അല്ല എങ്കിൽ അവിടെ തന്നെ കുറേ ഷോപ്സ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് വാങ്ങി ഇട്ടുകൊണ്ട് അകത്ത് കയറാൻ പറ്റും. ഇതാണ് മോസ്കിൻ്റെ ഒരു മുഴുവൻ പിക്ചർ. ഇത് ഷെയ്ഖ് സയ്യിദ് എന്ന ഭരണാധികാരിയുടെ വലിയൊരു സ്വപ്നമായിരുന്നു. ഇതിന് മുഴുവനായിട്ട് 82 മിനാരങ്ങളും ഏതാണ്ട് 1000 തൂണുകളും ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഗോൾഡൻ പെയിൻറ് യൂസ് ചെയ്തിരിക്കുന്ന സ്ഥലത്തെല്ലാം 24 കാരറ്റ് ഗോൾഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കാർപ്പറ്റ്സ് ഹാൻഡ് നോട്ടഡ് ആണ്. അതായത് കൈകൊണ്ട് നെയ്ത ഇറാനിയൻ കാർപ്പറ്റ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ പള്ളിയുടെ പ്രത്യേകതകൾ. ഈ നിർമ്മിതിയുടെ പിന്നിലെ ഷെയ്ഖ് സയ്യിദ് അൽ നഹിയാനെ അടക്കിയിരിക്കുന്ന സ്ഥലവും ഈ മോസ്ക് തന്നെയാണ്. പലതരം ഇസ്ലാമിക് ആർക്കിടെക്ചറുകളുടെ ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് ഈ മോസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇന്ത്യയിലും ഇതുപോലൊരു സ്പോട്ടുണ്ട്, മൈസൂർ പാലസ്. ഇതുപോലെ തന്നെയാണ്, ഇതേ ആർക്കിടെക്ചർ രീതി തന്നെയാണ്. മോസ്കിലെ മിനാരത്തിലെ ചിത്രപ്പണികളാണ് കാണുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് കുറേ തൂണുകൾ കാണാം. ഇത് കാണുമ്പോൾ കറക്റ്റ് എനിക്ക് മൈസൂർ പാലസിലെ ആ സ്പോട്ടാണ് ഓർമ്മ വന്നത്. പിന്നെ അകത്ത് കയറുമ്പോൾ ഇവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാം. പക്ഷേ കൈകൊണ്ടുള്ള ആംഗ്യങ്ങൾ, ഘോഷ്ടികൾ കാണിച്ചിട്ടുള്ള ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. അവിടെയുള്ള ആൾ സംശയമുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ചെക്ക് ചെയ്യും. ഫോട്ടോസ് അവർക്ക് ഇഷ്ടമല്ലാന്ന് തോന്നുന്ന എല്ലാം ഡിലീറ്റ് ചെയ്യാനും പറയും. പിന്നെ നമുക്കിങ്ങനെ കയറി നടന്ന് ഒരുപാട് കാണാൻ പറ്റും. നടക്കാൻ കുറേയുണ്ട്. ഇത് ഫുള്ള് നമ്മളിങ്ങനെ കയറി ഒരു യു ഷേപ്പിലാണ് കംപ്ലീറ്റ്ലി പള്ളി കണ്ടിറങ്ങുന്നത്. മാസിഡോണിയയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല വില കൂടിയ മാർബിളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്, കംപ്ലീറ്റ് ഫ്ലോറിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വളരെ ഇൻട്രിക്കേറ്റായ ആർട്ട് വർക്ക്സ് ഉള്ള ഒരു റൂമാണ്. ഞാൻ മുൻപേ പറഞ്ഞ കൈകൊണ്ട് നെയ്ത കാർപ്പറ്റുകളാണ് നമ്മൾ ഈ കാണുന്നത്. പള്ളിയുടെ എല്ലാ മിനാരങ്ങളിലും ഇതുപോലെയുള്ള അലങ്കാര വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഈ പള്ളി വിസിറ്റ് ചെയ്ത ഓർമ്മയ്ക്കായിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.